ഡിസ്ക്ലോഷർ ഡേ സ്റ്റീവൻ സ്പിൽബർഗ് എന്റർടൈൻമെന്റ്. ഡിസ്ക്ലോഷർ ഡേനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം സ്റ്റീവൻ സ്പിൽബർഗിനെ കുറിച്ച് പറയണം. ലെജൻഡറി ഡയറക്ടർ. ജോസ് തുടങ്ങി, ഇന്ത്യാന ജോൺസിൽ തുടങ്ങി, ജുറാസിക് പാർക്ക് എടുത്ത് ലെജൻഡറി വേൾഡ് വൈഡ് ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഏതൊരു മലയാളി ഓഡിയൻസിനും അറിയാവുന്ന ഇംഗ്ലീഷിലെ ചുരുക്കം ചില ലെജൻഡറി ഡയറക്ടർമാരിൽ ഒരാളുടെ പേരായിരിക്കും സ്റ്റീവൻ സ്പിൽബർഗ്. ആളുടെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ആകാംക്ഷ എപ്പോഴും ഉണ്ടാവും. അതെനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വളരെ കുറച്ച് പടങ്ങളാണ് തിയേറ്ററിൽ കാണാൻ സാധിച്ചത്. കുറച്ചല്ല, ഞാൻ ആകെ തിയേറ്ററിലേക്ക് എൻ്റെ ഓർമ്മയിൽ കണ്ടേക്കണത് അതും അനിമേറ്റഡ് പടമാണ്, ദ അഡ്വഞ്ചറസ് ഓഫ് ടിൻടിൻ. ഒന്ന് രണ്ട് പടങ്ങൾ തിയേറ്ററിലേക്ക് മിസ്സായി. കാണാൻ ശ്രമിച്ചപ്പോൾ പല കാരണങ്ങളാൽ പറ്റിയില്ല. അങ്ങനെ മിസ്സായിട്ടുള്ള റെഡി പ്ലെയർ വൺ ആണ് എനിക്ക് മുമ്പ് അങ്ങനത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു സംഭവം തിയേറ്ററിൽ കാണാൻ മിസ്സായത്. പിന്നെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ തിയേറ്ററിൽ കാണണമെന്ന് വിചാരിച്ച പടമായിരുന്നു റെഡി പ്ലെയർ വൺ, അത് മിസ്സായിരുന്നു. ഇത് ഡിസ്ക്ലോഷർ അനൗൺസ് ചെയ്ത കാലം തൊട്ട് തന്നെ ഞാനത് എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്ത പടമാണ് ഡിസ്ക്ലോഷർ ഡേ. പിന്നെ ഇതിൽ സ്റ്റാർ കാസ്റ്റ് ആണെങ്കിൽ ഞാൻ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു, എമിലി ബ്ലണ്ട് ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ ഇത് ഇറങ്ങി, അപ്പോൾ തന്നെ ഇത് പോയി കണ്ടു. പേഴ്സണലി എനിക്കിത് വളരെയധികം എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെടുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എക്സ്പെക്ടേഷൻ എത്രത്തോളമാണ് സ്റ്റീവൻ സ്പിൽബർഗിന്റെ മേലെ നിങ്ങൾ വെക്കുന്നത് അതനുസരിച്ചിരിക്കും. സ്റ്റീവൻ സ്പിൽബർഗും ഏലിയനും ഔട്ട്സൈഡ് വേൾഡും സയൻസ് ഫിക്ഷനും ഒക്കെ കോമൺ ആണ്. പക്ഷെ ഇതിൽ ചില കാര്യങ്ങൾ വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് പൊളിറ്റിക്സും കുറച്ച് റിലീജിയസ് കാര്യങ്ങളുടെ ബിലീഫ്സും ചലഞ്ച് ചെയ്യുന്ന കുറച്ച് തോട്ട്സ് ഒക്കെ ആയിട്ടാണ് ഈ പടം പ്രസന്റ് ചെയ്തേക്കുന്നത്. നറേറ്റീവ് സ്റ്റൈലിലാണ് ഇപ്രാവശ്യം മൂപ്പര് ഒരു ഡിഫറൻസ് കയറി പിടിച്ചേക്കുന്നത്. ഭയങ്കര വിഷ്വലി ഭയങ്കര സ്പെക്ടാക്കിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്താ പറയുക, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള തീംസിനെ ഈ ഒരു ഏലിയൻ കൈൻഡ് ഓഫ് ടച്ച് കൊടുത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് സ്റ്റീവൻ സ്പിൽബർഗ്. അതിൽ മെയിനായിട്ട് ഓൾസോ മൂപ്പരുടെ ഏറ്റവും കുറെ കാലങ്ങളായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന അനദർ ലെജൻഡറി മ്യൂസിക് ഡയറക്ടറാണ് ജോൺ വില്യംസ്. ഇവർ ഒരുമിക്കുകയാണ്. ഇവരുടെ മ്യൂസിക്കും ഒരു മേക്കിംഗ് സ്റ്റൈലും. ഡേവിഡ് ഗംബാണ് സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ സ്റ്റാർ കാസ്റ്റ് എമിലി ബ്ലണ്ട്, ഇപ്പോൾ റീസെന്റ്ലി കയറി വരുന്ന ജോഷ് ഓക്കോണർ, പിന്നെ സീനിയർ ആയിട്ടുള്ള കോളിൻ ഫിർത്ത്, അങ്ങനെ തുടങ്ങിയ ആൾക്കാരാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത്. പിന്നെ ഒരു ബ്രിട്ടീഷ് ആണെന്ന് തോന്നുന്നു, അയർലൻഡ് ബ്രിട്ടീഷ് ആക്ടേഴ്സ് ആണ്. അഗൈൻ അപ്കമിങ് സ്റ്റാർ ആണ് ഈവ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ടേഴ്സും ഉണ്ട്. ഇവരാണ് ഇതിൽ മെയിൻ റോള് വന്നേക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു ഏലിയൻ കൈൻഡ് ഓഫ് എന്നാൽ ഏലിയൻസ് അല്ല ഇതിൽ. ഏലിയൻസിനെ വെച്ചിട്ട് കുറെ കളികളൊന്നുമില്ല. പക്ഷെ ആ ഒരു ഇമ്പാക്ട് നിലനിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക തരത്തിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊമീസും, ഞാൻ സ്പോയിലറിലാണ് പറയാനാണ് ശ്രമിക്കുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു റിലീജിയസ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന കുറെ ബിലീഫ്സിനെ ചലഞ്ച് ചെയ്യുന്ന, ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ഇങ്ങനെയൊക്കെ ആകാമല്ലേ യൂണിവേഴ്സ് എന്നൊക്കെ നമ്മളെ കൊണ്ട് ഡൗട്ട് ചെയ്യിപ്പിക്കുന്ന, ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്ന ചലഞ്ച്, അങ്ങനത്തെ തരത്തിലുള്ള ഒരു മേക്കിങ്ങും നരേറ്റീവ് സ്റ്റൈലാണ് ഡിസ്ക്ലോഷർ ഡേയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് ഡിഫറൻസും ഒരു വെറൈറ്റിയും തോന്നി. അതുകൊണ്ട് തന്നെ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാച്ച് ചെയ്തു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അതിഗംഭീരം എന്ന് ഞാൻ പറയുന്നില്ല. ഇതുവരെ കാണാത്ത ഒരു സ്റ്റീവൻ സ്പിൽബർഗ് സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്റ്റീവൻ സ്പിൽബർഗിന്റെ സിനിമയ്ക്ക് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ എടുത്തിട്ടുള്ള ഒരു ഫൈനസ്റ്റ് എന്റർടൈൻമെന്റ് തന്നെയാണ് ഡിസ്ക്ലോഷർ ഡേ. എമിലി ബ്ലണ്ടിന്റെയും ഈ ജോഷ് ഓക്കോണറിന്റെയും പെർഫോമൻസും അടിപൊളിയാണ്. പ്രത്യേകിച്ച് എമിലി ബ്ലണ്ടിന് ചില സാധനങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മോഡുലേഷനും ബോഡി ലാംഗ്വേജ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഓവറോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റീവൻ സ്പിൽബർഗ് സിനിമ പ്രതീക്ഷിച്ച് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി വർക്കൗട്ടായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇനി തിയേറ്ററിൽ പോവുക, ബിഗ്ഗസ്റ്റ് സ്ക്രീനിൽ കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.